നിങ്ങൾ സാധാരണ കണ്ട ഒരാളെയല്ല ഞാൻ അത്യാവശ്യം മൂണുള്ള ഒരാളാണ്. എൻ്റെ ശരണ്യ വല്ല കാര്യം ഒരു ഡോക്ടറിൽ പോയി കണ്ടേ ഇതാ ഞാൻ പറയാന്ന്. എന്തിനാണ് ഈ പൂജ ചെയ്യുന്നത്? അവർ ഇന്ന ദേവതയെ തൃപ്തിപ്പെടുത്തി ഇന്ന രീതിയിൽ ഒരു പൂജ ചെയ്താൽ ഇന്ന ഗുണമുണ്ടാകുന്ന അവർ വിശ്വസിക്കുന്നു. അവർ വിശ്വസിക്കുന്നതാണോ അതോ നമ്മൾ പറയുന്നതാണോ? നമ്മൾ ഞാൻ പ്രചരിപ്പിക്കാറില്ല. മുറത്തിൽ നെല്ല് വെച്ച് കാരണന്മാരെ വിളിച്ചു വരുത്തി എന്നുള്ളതൊരു പ്രൂഫ് ഇല്ലല്ലോ. പ്രൂഫില്ല. ഇതിന്റെ പ്രൂഫ് എന്ന് ഉദ്ദേശിക്കുന്ന റിസൾട്ട് അല്ലേ? എനിക്ക് റിസൾട്ടാണ് വേണ്ടത്. നിങ്ങൾ എന്ത് പ്രൂഫ്? എനിക്ക് റിസൾട്ടേ വേണ്ടത്. അതിനെയാണ് നമ്മൾ അന്ധവിശ്വാസം. നിങ്ങൾ ഈ മെഡിസിൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് മരിച്ചുഖം മാറില്ലേ വേണ്ടത്? ഉത്തരേന്ത്യയിലൊരു എന്താ പറയുക ദലിത് കുട്ടികളെ ചുട്ടുകൊന്നൊരു സംഭവം ഉണ്ടായി. അതിന്റെ വേദനയിലാണ് ഇവന്മാർ ഈ ജാതി വിഷയം വിടണമെങ്കിൽ ഇവരെന്താ ഇവർ ഈ താഴ്ന്നവെന്ന് കഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ കിടന്നുണ്ടെങ്കിൽ ആ ധാരണ മാറണം. നോക്ക് സ്വാമി, ഒരു കടയിൽ ചെയ്തിട്ടൊരു സ്വാമി അപ്പൊ മാല ഇട്ട ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് പ്രഹസനായിട്ടുണ്ട്. പണ്ട് കാലത്ത് ശബരിമലയിൽ പോരുന്നവരുടെ ഇതിൽ കയ്യിൽ കഞ്ചാവ് ഉണ്ടായി. അത് വലിക്കാനല്ല, അതാ പറഞ്ഞേ ഉണ്ടായിരുന്നു. സ്വാമി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെയാണ്. ഇപ്പൊ സ്വാമിയാണ് രുദ്രാക്ഷ ഇട്ട അങ്ങനെയൊക്കെ എൻ്റെ ഫാഷനാണ്, എൻ്റെ ഇഷ്ടമാണിത്, എൻ്റെ ഓർണമെന്റ്സ് ആണിത്. ഓക്കെ, ഇത് അടയാളപ്പെടുന്നത് സ്വാമിയാണെങ്കിൽ ഞാൻ സ്വാമിയെ പോലെ ജടിയും ചാടിയൊക്കെ ആയിട്ട് വരണം. അപ്പൊ എൻ്റെ കൂടെ പെൺകുട്ടികൾ നിൽക്കുമ്പോൾ എഴുതിയൊരു കമന്റാണ് അവർ എഴുതിയിരിക്കുകയാണ്, ഞങ്ങളൊക്കെ എത്ര പരിശ്രമിച്ചിട്ട് ഇതുപോലുള്ള പീസുകളെ കിട്ടില്ല, ഇവർക്ക് എവിടെ എൻ്റെ കുട്ടികളാണ് അവര്. ആ സംസ്കാര ശൂന്യതയാണ് ഞാൻ പറഞ്ഞ വിഷമം. അത് ഈ പറഞ്ഞോണ്ടല്ല, ഈ മനുഷ്യർ ഈ സംസ്കാര ശൂന്യന്മാരായാലും വലിയ വ്യത്യാസമല്ല. കുഴികുത്തി കഞ്ഞുടിക്കാൻ എൻ്റെ അടുത്ത് കുറ്റം കാണാൻ. ഒറിജിനൽ പേര് എങ്ങനെയാണ് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഒറിജിനൽ പേര് ഞാൻ അങ്ങനെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അത് നിങ്ങളും വന്നപ്പോൾ ഞാൻ ചോദിച്ചേ. അപ്പൊ എന്നെ ചണ്ടാളൻ എന്ന് വിളിക്കുന്ന ചണ്ടാള ബാബ ഈ പറയുന്ന ഒറിജിനൽ പേര് പറയാനേ മടി ഉണ്ടായിട്ടല്ലോ കേട്ടോ. ബിജു എന്നാണ് അച്ഛനമ്മയുടെ പേര്. പിന്നെ എനിക്ക് പേരുണ്ട് ദേവസ്വം പോലെ. എൻ്റെ പേര് ബിജു നാരായണ ശർമ്മയാണ്. നാരായണ ശർമ്മ ഉപനയനം ചെയ്യേണ്ടി വന്നു. അപ്പോൾ പഠിക്കാൻ അത് വേണമെന്നാണ് ചെയ്യണം. ബിജു നാരായണ ശർമ്മ. ഈ സന്യാസ സമ്പ്രദായത്തിൽ എനിക്ക് ദീക്ഷ, കൗളമാർക്ക് ദീക്ഷ കിട്ടി. പരാ ഭട്ടാരക വിവേകാനന്ദനാഥ വാദതീർത്ഥെന്നൊക്കെ വലിയ നീട്ടുള്ള പേരാ. ഇതൊക്കെ വിട്ടിട്ടാണ് ഞാൻ ഉത്തരേന്ത്യയിലൊരു എന്താ പറയുക ദലിത് കുട്ടികളെ ചുട്ടുകൊന്നൊരു സംഭവം ഉണ്ടായി. അതിന്റെ വേദനയിലാണ് ഇവന്മാർ ഈ ജാതി വിഷയം വിടണമെങ്കിൽ ഇവരെന്താ ഇവർ ഈ താഴ്ന്നവെന്ന് കഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ കിടന്നുണ്ടെങ്കിൽ ആ ധാരണ മാറണം. അപ്പൊ എന്താണ് എന്നെയല്ല ഒരാശയം ഇവിടെ ഉണ്ടാവണം. ആ ആശയം പണ്ടേ ഉണ്ട്. ഒരു ചണ്ടാളനെ ശങ്കരാചാര്യ വന്ദിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മഹാചണ്ടാള ബാബാണ് ഈ ജനതയെ ഇവിടെ ഇവർ വിശേഷിപ്പിച്ചിരിക്കുന്ന ചണ്ടാളൻ എന്നാണ്. ചണ്ടാളൻ മോശം വാക്കൊന്നുമല്ല, അതിനൊക്കെ അർത്ഥ വ്യത്യാസങ്ങൾ വേറെ ഉണ്ട്. ചണ്ടാളൻ വാക്ക് മോശമൊന്നുമല്ല, അതിനുവേണ്ടി ഇവരുണ്ടാക്കിയത് മോശക്കാരനാന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്തു, അങ്ങനെയാണ് ആ പേരെടുത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പേര് ഇഷ്ടപ്പെടുന്നത് എന്താ വെച്ചാൽ ആ സമരത്തിന്റെ ഭാഗമായി. അങ്ങോട്ടല്ല ടോട്ടൽ അല്ലല്ല, നമ്മൾക്കൊരിതുണ്ടല്ലോ, നമ്മൾ എന്താണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതെന്നുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് പ്രചരിപ്പിക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു സ്വതന്ത്ര ചിന്താഗതി. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ജേർണലിസ്റ്റ്, എന്റെ പ്രൊഫഷൻ മാറ്റിയാൽ എനിക്കിപ്പോ ഇതൊക്കെ പ്രചരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് സ്വതന്ത്ര ചിന്തയായിട്ട് നമുക്ക് ഞാൻ ഈ പറഞ്ഞ എല്ലാം ചെയ്താൽ കുറെ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഈ പറയുന്ന ആടയാഭരണങ്ങൾ, ഈ പറയുന്ന ഞാൻ സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത്, കയ്യിലിട്ടിരിക്കുന്ന രുദ്രാക്ഷം നമ്മൾ എന്ന് ഞാൻ പറയുന്നത് ഒരു 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 സമൂഹത്തിൽ ഒരു 60% ആളുകൾ ഈ രുദ്രാക്ഷം ബേസ്ഡ് ഓൺ ദ സ്വാമിജി ഗുരുക്കൾ നമ്മൾ അവിടെയാണ് കണ്ടിട്ടുള്ളത്. സാധാരണ ആൾക്കാർ കാണുന്നതാട്ടോ ശരണ്യ പറഞ്ഞത്. ഞാനതാ പറഞ്ഞു, സാധാരണ എൻ്റെ ഓഡിയൻസ് സാധാരണക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ, കണ്ടേക്കുന്നത് കൂടുതലും ഒരുപാട് നമുക്ക് ഇതിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡഡ് ശബരിമലയ്ക്ക് പോകാൻ ഈ മാല ഇട്ടാൽ നമുക്ക് ഭയങ്കര ഭക്തിയാണ്. അത് നമ്മൾ കാര്യം പറയട്ടെ, ഞാനിങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്ന ചന്ദ്രസ്വാമിയോട് പറഞ്ഞേ, നോക്ക് സ്വാമി, ഒരു കടയിൽ ചെയ്തിട്ടൊരു സ്വാമി അപ്പൊ മാല ഇട്ട ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ പലതും എന്താ വെച്ചാൽ ഇന്ന് പ്രഹസനായിട്ടുണ്ട്. അങ്ങനെയില്ല, ഞാൻ എന്റെ ഒരു കേട്ടുകേൾവിയും അറിവും ശരിയാണെങ്കിൽ കേട്ടുകേൾവിയും അറിവും ശരിയാണെങ്കിൽ പണ്ട് കാലത്ത് ശബരിമലയിൽ പോരുന്നവരുടെ ഇതിൽ കയ്യിൽ കഞ്ചാവ് ഉണ്ടായി. അത് വലിക്കാനല്ല, അതാ പറഞ്ഞേ ഉണ്ടായിരുന്നു ഉണ്ടാവുന്നത് പിന്നീടാണ്. ഉണ്ടായിക്കോട്ടെ അവർക്ക് വെക്കാനല്ല. അല്ല അങ്ങനെയാണെങ്കിൽ സ്വാമി അത് ചെയ്യണം എന്ന് സ്വാമിക്ക് എങ്ങനെ പറയാൻ പറ്റുന്നേ? അല്ല, ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു, അതിന് ഞാൻ എതിരല്ല. എൻ്റെ ഇടയിൽ പറഞ്ഞു, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ സംസാരിക്കുക. ശരിയൊക്കെ അവരുടെയാണ്. ഞാൻ പറയാ അത് ശരിയോട് അവർ ശരിക്കും. പക്ഷെ പറയാം സ്വാമി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെയാണ്. ഇപ്പൊ സ്വാമിയാണ് രുദ്രാക്ഷ ഇട്ട അങ്ങനെയൊക്കെ എൻ്റെ ഫാഷനാണ്, എൻ്റെ ഇഷ്ടമാണിത്, എൻ്റെ ഓർണമെന്റ്സ് ആണിത്. ഓക്കെ, ഇത് അടയാളപ്പെടുന്നത് സ്വാമിയാണെങ്കിൽ ഞാൻ സ്വാമിയെ പോലെ ജടിയും ചാടിയൊക്കെ ആയിട്ട് വരണം. അങ്ങനെ ഇല്ല. നിങ്ങൾ പല രീതിയിൽ ഓർണമെന്റ്സ്, മോഹൻലാൽ ഒരു പരസ്യത്തിന് നെക്ലസ് ഇട്ടാണ് നിൽക്കുന്നത്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ. ഇങ്ങനെ ഒരു സ്വാമി ഡ്രസ് ഉണ്ടോ? സ്വാമി ഡ്രസ് ഇല്ല. അപ്പൊ ഇത് നിങ്ങളുടെ എന്റെ ഓർണമെന്റ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഡ്രസ് കോഡ് ഡ്രസ് കോഡ്, അതാണ് കറക്റ്റ് വാക്ക്. ഡ്രസ് കോഡ്. ഓക്കെ, ശരി, നമ്മുടെ പ്രശ്നം തീർന്നു. ഞാൻ ചോദിക്കുമ്പോൾ സത്യമായിട്ട് പറഞ്ഞു, ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ്, ഡ്രസ് കോഡാണ്. ഞാൻ എപ്പോഴും ഞാൻ വെളിയിൽ ഇറങ്ങുമ്പോൾ ഈ ഷർട്ട് ആകുമ്പോൾ ഇടും,
വേറെ ഷർട്ടുള്ള ഞാൻ കഴുത്തുള്ള ചെറിയൊരു സാധനം ഇടും. അതൊക്കെ എനിക്ക് അതിങ്ങനെ ഇട്ടുന്ന കാണുമ്പോൾ അത് കുഴപ്പമില്ല. ഈ ഒരു ഫീൽ എനിക്കുണ്ടാവും. അതാണ് ഞാൻ ചോദിച്ചത്, സ്വതന്ത്ര ചിന്ത. ആത്മീയതയുടെ പ്രദർശനമൊന്നുമല്ല. ആത്മീയതയുടെ പ്രദർശനമാണെങ്കിൽ ഞാൻ അങ്ങനെയല്ലോ, ഞാൻ ഇങ്ങനെ തന്നെ വരണ്ടേ. ആത്മീയതയല്ല, ഇതിലൊന്നും ആത്മീയതയില്ല. ഇത് ഞാനൊരു വേറെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു ഇതിന് ഔഷധ ഗുണം ഉണ്ടോ എന്നൊക്കെ പലരും പറയണ്ടോ. എനിക്കതൊന്നും അറിയില്ല. എനിക്കിതൊരു ഭംഗിയായി തോന്നുന്നു. ഇനിതാ ഞാൻ എനിക്കിത് സ്വർണ്ണത്തിൽ കെട്ടണം. ഞാൻ അധികം വേണ്ടി സ്വർണ്ണത്തിൽ കെട്ടിയിടും. എന്ന് വെച്ചാൽ സ്വർണ്ണത്തിൽ ഒരു മാല അടക്കട്ടെ. അതൊക്കെ എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് സ്വർണ്ണത്തിൽ കെട്ടുന്ന ആത്മീയതയ്ക്ക് സ്വർണ്ണം വേണ്ടാതെ ചിന്തിക്കുന്നവരല്ലേ, കാവ്യ എടുക്കണം ചിന്തിക്കുന്നവരല്ലേ, ഉള്ള വസ്ത്രം കൊണ്ട് ഊരിക്കളണം ചിന്തിക്കുന്നവരല്ലേ. ഞാൻ അങ്ങനെയല്ല, നല്ല വസ്ത്രം കയറ്റിടണം. അല്ല, ഇത്രയും ഞാനും ചോദിച്ചുള്ളൂ. ഈ ഒരു ഡ്രസ് ഇട്ടുകൊണ്ട് ഈ പറയുന്ന ഇത് പ്രചരിപ്പിക്കുമ്പോൾ അത് പ്രചരണത്തിന് കേൾക്കുന്നവർ ഞാൻ പറയണത് ഇപ്പോഴും ശ്രദ്ധിച്ചല്ലോ. ഇത് നിങ്ങളുടെ സ്റ്റൈലാണെന്ന് ഇപ്പൊ ഈ ചാനലിലൂടെ പറയുമ്പോൾ ഒരു കുറച്ച് പേർക്ക് കേൾക്കായിരിക്കും. പക്ഷെ മറ്റുള്ളവർ എന്താണ് സ്വാമി, അവിടെയാണ് ആദ്യം എന്നോട് സംസാരിച്ച നിങ്ങളെ ആൾദൈവമാക്കുന്നു എന്നുള്ളത് കേട്ടപ്പോൾ ഏറ്റവും വിഷമം തോന്നിയെന്ന് എന്നോട് പറഞ്ഞു. അല്ല, എനിക്കല്ല, എനിക്ക് ഞാൻ ചിന്തിക്കാത്ത എന്നെ പറയുമ്പോൾ എന്നെ പറയുന്നതിനപ്പുറം ആ ചെയ്യുന്ന ആളുകളെ എനിക്ക് ആക്ഷേപിച്ചു. ഈ വിമർശനമാകാം. ഇപ്പൊ ശരണ്യനെ നിങ്ങൾക്ക് എന്താ ആൾദൈവമാകാനാണോ ചോദിക്കാം. ഒരു വേറൊരു രീതിയിൽ പറയുന്ന രീതിയുണ്ട്. അത് ശരിക്കും ആക്ഷേപം, പരിഹാസമൊക്കെയാണ്. അതെല്ലാവർക്കും പറ്റില്ല. അത് രാജ്യം നിയമം അംഗീകരിച്ചതല്ല. വിമർശനം. അപ്പൊ ഇന്നിപ്പോ ശരണ്യ എന്നെ എന്ത് വിമർശിച്ചാലും ഇപ്പൊ ഇതുവരെ ഉള്ളത് ഇത് മാന്യമായ പ്രതികരണമാണ്. മറ്റതല്ല, ആ വ്യൂവിലാണ് ഞാൻ അവർക്കാ വിഷമായത്. അത് ഇപ്പം എൻ്റെ കൂടെ പെൺകുട്ടികൾ നിൽക്കുമ്പോൾ എഴുതിയൊരു കമൻ്റാണ് അവർ എഴുതിയിരിക്കുകയാണ്. ഞങ്ങളൊക്കെ എത്ര പരിശ്രമിച്ചിട്ട് ഇതുപോലുള്ള പീസുകളെ കിട്ടില്ല. ഇവർക്ക് എവിടെ എൻ്റെ കുട്ടികളാണ് അവർ. ആ സംസ്കാര ശൂന്യതയാണ് ഞാൻ പറഞ്ഞ വിഷമം. അത് ഈ പറഞ്ഞുകൊണ്ടല്ല, ഈ മനുഷ്യർ ഈ സംസ്കാര ശൂന്യന്മാരായാലും വലിയ വ്യത്യാസമല്ല. കുഴികുത്തി കഞ്ഞുടിക്കാൻ എൻ്റെ അടുത്ത് കുറ്റം കാണുക. എന്നിട്ട് ഇവര് അല്ലല്ല, ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, നിങ്ങൾ ഈ കുഴികുത്തി കഞ്ഞു കുടിക്കുന്നതും ഈ പറയുന്ന രുദ്രാക്ഷ ഇടുന്നതും ഇത് ഓൾറെഡി ഇവിടെ സിംബോളിക്കാണ്. നിങ്ങൾ പറഞ്ഞു ഇതിന് ശക്തി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പലരും രുദ്രാക്ഷ വിട്ടാൽ അങ്ങനെയാണ്, ചന്ദനം തൊട്ടാൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച ഒരു സമൂഹം ഇവിടെയുണ്ട്. അവിടെ ഇത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതൊരു അലങ്കാരമാണ്. ഓക്കെ, അല്ല ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾക്കിപ്പം നിങ്ങൾ ഈ സ്വതന്ത്ര ചിന്താഗതിയാണ് പറയുന്നതെങ്കിൽ ഞാൻ സ്വതന്ത്രമായിട്ട് എന്റെ ദർശനം പറഞ്ഞു. അത് വായിച്ചില്ല അങ്ങ്? എന്തോ സ്വന്തമായിട്ടൊരു ദർശനമാണ് എൻ്റെതെന്ന് ഞാൻ പ്രഖ്യാപിച്ചിട്ട് പത്രസമ്മേളനം നടത്തിയ വാർത്തകൾ വന്നോ? കണ്ടിട്ടില്ല? അത് കണ്ടില്ല. ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഈ ബ്രാഹ്മണിക് ഹിന്ദുമതം ഉപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെതായ കാഴ്ചപ്പാടിലേക്ക് പോകുന്നു. ആ കാഴ്ചപ്പാട് ഞാൻ ആദിമാർഗ മലബാരം എന്ന് പേരിടുന്നു. അവിടെ എൻ്റെ മതം ആദിമാർഗ മലബാരം. ഞാൻ പ്രഖ്യാപിച്ചു. ആദിമാർഗം ഫസ്റ്റ് പാർട്ട് ആദിമാർഗ മലബാരം. മലബാരം എന്ന് പറഞ്ഞാൽ മലകളും വാരങ്ങളും താഴ്വരകളും ഉണ്ട്. ആദിമാർഗം ഫസ്റ്റ് പാർട്ട്. ദൈവങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക ചെയ്യാം. ഇതൊന്നുമല്ല, ഇതൊക്കെ പ്രപഞ്ചത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നടത്തുന്ന ഒരു പൂജയുടെ പേര് പറഞ്ഞില്ലായിരുന്നോ? കൗള. അത് ശാസ്ത്രം വേറെയാണ്. ഞാൻ പഠിച്ച സബ്ജക്ട് കൗള. കൗള അത് ഇപ്പം ഈ അതിന് മുന്നിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു, പണിയെടുത്ത് ജീവിക്കണം. ഞാൻ പണിയെടുക്കുന്നുണ്ട്. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം നടത്തിയ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞൊരു ഡയലോഗ് എനിക്ക് ഭയങ്കരമായിട്ടും പേഴ്സണലി എനിക്ക് എന്താ എതിർപ്പുണ്ടല്ല, എനിക്ക് ആ ഡയലോഗ് ഇഷ്ടപ്പെട്ടത് ഇത്രയാണ്. അവിടെ വന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു, ആ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തവർക്ക് കൂലി കൊടുത്തു. അതെല്ലാം ഞാൻ എൻ്റെ സ്വന്തം പൈസയിൽ നിന്നാണ്. ഞാൻ ആരോടും തെണ്ടാൻ പോയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പൈസ പിരിവെടുത്തിട്ടില്ല. ഇവിടെ ഒരു അമ്പലത്തിന്റെ ഉത്സവത്തിന് പോലും രസീത് കുറ്റിയായിട്ട് ആൾക്കാർ ഇറങ്ങും. ശിഷ്യരിൽ നിന്ന് പോലും ഞാൻ പിരിവെടുത്തിട്ടില്ല. ഓക്കെ, ഇപ്പൊ ശിഷ്യർ ഇതെന്നൊക്കെ പറയുമ്പോൾ ഒരു റിച്വൽസ് ആണ്. നമ്മൾ എനിക്ക് സ്റ്റുഡൻസ് ഓക്കെ, സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? ഈ പറയുന്ന താന്ത്രിക അല്ല, എനിക്ക് ഡാൻസ് പഠിപ്പിക്കുന്ന സ്റ്റുഡൻറ്റ് എനിക്ക് സ്ഥാപനങ്ങളുണ്ട്. എനിക്ക് എറണാകുളത്ത് ഈ പറഞ്ഞ തൃപ്പൂണിത്തറയിൽ എനിക്കൊരു ഇലക്ട്രിക്കലായിട്ട് എല്ലാ വിഷയങ്ങളും തൊട്ട് സെറ്റ് വരെ ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട്. എൻ്റെ ശിഷ്യൻ രൂപേഷ് ആദിമാർഗി എന്ന് പറയുന്ന ഈ ഒരു ശിഷ്യനാണ്, സ്റ്റുഡൻ്റ് ആണ്. അതിൻ്റെ മാനേജറായി കൊണ്ട് അതിനെല്ലാം അയാൾ അതിൻ്റെ എഞ്ചിനീയറും കൂടിയാണ്. അയാളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനം ഗംഭീരമായിട്ട് തൃശ്ശൂരും പാലക്കാടും ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, വർക്കേഴ്സ് ഉണ്ട്. ഇതുപോലെ തന്നെയാണ് എനിക്ക് പെരിന്തൽമണ്ണയിൽ ഇന്റീരിയർ ചെയ്യുന്ന ശിഷ്യരും അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. കുന്നംകുളത്ത് എനിക്ക് മനീശ്വരാനന്ദ ആദിമാർഗി എന്ന് പറയുന്ന ശിഷ്യൻ്റെ ഭാഗമായിട്ട് ഇൻഡസ്ട്രി സ്റ്റീൽ വർക്ക് നടക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ കൂടാതെ തന്ത്രവിദ്യാപീഠനാണ് ഞാൻ ഉണ്ടാക്കിയതല്ല. ദേവസ്വം ബോർഡ് സംവിധാനത്തിന്റെ കീഴിൽ ഒരു സ്ഥാപനമാണ്, മറ്റു മതപാഠശാല പോലത്തെ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് ഫീസ് പറഞ്ഞാൽ തുച്ഛം, പൈസ എടുത്ത് വാങ്ങില്ല. അല്ലെങ്കിൽ 200 രൂപ മാസത്തെ ഫീസ് ഒരു കുട്ടിക്ക്. അത് വാങ്ങുന്നു. പൈസ ഇല്ലാത്തതൊന്നും പൈസ വാങ്ങുന്നില്ല. പൈസ ഇല്ലാത്ത നിർത്തി പഠിപ്പിക്കുന്നത് പൈസ വാങ്ങുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നു, താമസം കൊടുക്കുന്നു. പഠിപ്പിക്കുന്നത് ഇതാണ് ആ വിഷയങ്ങൾ അത് പഠിപ്പിക്കുന്നുണ്ട്. അതും ജോലി കിട്ടുന്നതാണ്. ദേവസ്വം ബോർഡിൽ പെൻഷൻ കിട്ടുന്ന ജോലിയാണത്. അല്ലാണ്ട് അത് ഒന്നേ. പിന്നെ അടുത്താണ് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡ് അല്ല ഈ പറയുന്ന വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഗണപതി കോവിലിന്റെ നേരെ ഓപ്പോസിറ്റ് എനിക്കൊരു നൃത്തവിദ്യാലയം ഉണ്ട്. അവിടെ ഭരതനാട്യം, അതുപോലെ തന്നെ കുച്ചിപ്പടി, നട്ടുവാങ്കം, അതിന്റെ എന്താ വെച്ചാൽ ഡിഗ്രി കോഴ്സ് സർട്ടിഫിക്കറ്റ് സർക്കാർ അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് കോഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാതെ മോഹിനിയാട്ടം ഇത്യാദി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ നടക്കുന്ന സ്ഥാപനങ്ങളാണ്.
ആ കണ്ണമാഷിന്റെ ശിഷ്യനാണേ. ഇതുപോലെ പല സ്ഥലത്തും കളരിയും യോഗയൊക്കെ നടക്കുന്നുണ്ടേ. ഇതൊക്കെ ഇവിടെ പല മാർഷൽ ആർട്സ് ആയിട്ടും കളരി അംഗീകരിക്കില്ലേ? അപ്പൊ അങ്ങനെ പല അല്ല അങ്ങോട്ടല്ല, ഞാൻ എല്ലാ പണികളും എടുക്കുന്നത്. തന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ തന്ത്രവും ദേവസ്വം ബോർഡ് സംവിധാനം ഉണ്ടേ. അതിലെന്നെ വിളിക്കുന്നത്, അവിടെ എനിക്ക് ദക്ഷിണ കിട്ടും. ഇതൊക്കെ അത് ഞാനല്ല, പൂജയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഒക്കെ അമ്പലത്തിൽ പൂജിക്കാം, അമ്പലത്തിൽ പോകും. എന്റെ മിസ്റ്റേക്ക് അല്ല, അത് ശരിയാണ്. പ്രകൃതി എത്തിക്കില്ല. എന്താ വെച്ചാല് ഞാൻ എന്നെ വിളിക്കുന്നിടത്ത് പ്രതിഷ്ഠാക്രിയകൾക്ക് പോകുന്നുണ്ട്. അത് അമ്പലത്തിലേക്ക് തന്നെ പോകുന്നത്. അമ്പലത്തില് അല്ലാണ്ട് വീടുകളിൽ പൂജയ്ക്ക് പോവാറുണ്ട്? അങ്ങനെ സ്ഥിരം ഞാൻ വീട്ടിൽ വിളിക്കുക അങ്ങനത്തെ സാധാരണ പൂജയ്ക്ക് പോകണ്ടില്ലേ? ഇല്ല, ഞാൻ വീട്ടിൽ പോകില്ല. എനിക്കൊരു പൂജ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് ഇരുന്നാൽ ഞാൻ ചെയ്തു തരും. അപ്പൊ ഈ പൂജകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പൂജകൾ ഈ ഭൂമുഖത്തുള്ള സാധാരണഗതിയിൽ ഈ എന്താ പറയുക, ഇപ്പം നിങ്ങൾ പറയല്ലേ ആളുകളെ കൊല്ലും മറ്റുള്ളതൊന്നും ഞാൻ ചെയ്യണില്ല കേട്ടോ. അല്ല സാധാരണ അങ്ങനെ പറയുമ്പോൾ പറയില്ലേ, അങ്ങനെയൊന്നും അല്ലാത്ത ഇവിടെ ഈ സമ്പ്രദായങ്ങൾ ശൈവം, ശാക്തേയം, വൈഷ്ണവം, ഗാണപത്യം, കൗമാരം തുടങ്ങുന്ന ഇന്ന് ഹൈന്ദവം ദർശിക്കുന്ന സമ്പ്രദായങ്ങളും പിന്നെ ആദിവാസി ദലിത് വിഭാഗങ്ങളുടെ സമ്പ്രദായം തുടങ്ങുന്ന എല്ലാ പൂജകളും അതിൻ്റെ സമ്പ്രദായത്തിൽ നിന്നുകൊണ്ട് ചെയ്യുക. എന്തിനാണ് ഈ പൂജ ചെയ്യുന്നത്? ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യമാണോ ചോദിക്കുന്നത്? അതോ ടോട്ടൽ ഇപ്പോൾ ഒരാൾ വന്ന് ആളുകളുടെ വിശ്വാസപ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഇന്ന ദേവതയെ തൃപ്തിപ്പെടുത്തി ഇന്ന രീതിയിൽ ഒരു പൂജ ചെയ്താൽ ഇന്ന ഗുണം ഉണ്ടാകുന്ന അവർ വിശ്വസിക്കുന്നു. അവർ വിശ്വസിക്കുന്നതാണോ അതോ നമ്മൾ പറയുന്നതാണോ? ഞാൻ പ്രചരിപ്പിക്കാറില്ല, അവർ വിശ്വാസം. അതെങ്ങനെയാണ് നമ്മളുടെ അടുത്ത് വരുമ്പം അവർ പറയുവാണ് എനിക്ക് ഇന്ന ദേവനാണ് പ്രശ്നം, അല്ല ഇന്ന ദേവയാണ് ഇന്നതാണ് എന്നെങ്ങനെയാണ് അവർക്ക് അറിഞ്ഞിട്ടല്ലല്ലോ. ഒരു സാധാരണക്കാര് ഒരു കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോകും, അവിടെ ചെന്നിട്ട് പ്രശ്നം വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പ്രശ്നം വെക്കുമ്പോൾ പറയും, അല്ലെങ്കിൽ പോട്ടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ കല്യാണത്തിന് ജാതകം നോക്കും, അതാണ് ബാക്കിയെല്ലാം പോട്ടെ. അയ്യോ 10ൽ ഇത്ര പൊരുത്തം, ചൊവ്വാദോഷം, ഇതുമായിട്ട് ചേരത്തില്ല, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന ആൾക്ക് ഇന്ന പൂജ ചെയ്താൽ ഇത് മാറ്റാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന പൂജകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം താങ്കളുടെ അടുത്ത് വരുന്ന ഒരാൾ ഇതൊന്നും അറിഞ്ഞിട്ടല്ല സാധാരണ, സ്വാമി എൻ്റെ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളാണ് അറിയാം, നമ്മൾ സാധാരണക്കാരാണ്. വിശ്വാസം ഇല്ലെങ്കിലും ഇതന്നെയാണ് ടൂൺ, തന്നെയാണ് രീതി. അത് ഞാൻ എനിക്ക് ഓഫ് ദ ക്യാമറ പറയാൻ താല്പര്യമില്ലാത്ത കാര്യമാണ്. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ പറയാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും ഈ പറയുന്ന എന്ത് പ്രശ്നം വന്നാലും അമ്പലത്തിൽ പോകുകയും അവിടെ ചെന്നിട്ട്, ഞാൻ അമ്പലം പറയുന്നില്ല, അവിടെ പോയി തിരുമേനിയുടെ വാക്ക് കേട്ടിട്ട് ചെയ്യാത്ത പൂജകളില്ല, നാരങ്ങ വിളക്കില്ല, എന്തൊക്കെയോ പരിപാടികളാണ്. അന്ന് ഞാൻ ചെറുതാണ്, ഞാനിതൊക്കെ കണ്ടു വളർന്നു. വൺസ് എൻ്റെ ഫാദർ മരിച്ചപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു പൂജയുടെ ശക്തിയുടെ കുറവുകൊണ്ടല്ല, നമ്മൾ ജീവിക്കേണ്ട പോലെ ജീവിച്ചാൽ മതിയായിരുന്നു. ദൈവങ്ങളെ പേടിച്ച് ജീവിച്ചത് കൊണ്ടാണ്. ഇടയ്ക്കര തോന്നരുതേ, അങ്ങനെ തോന്നാനുള്ളൊരു കാരണം കൂടി അങ്ങനെ വ്യക്തമാക്കി. ആ കാരണം എന്ന് പറയുന്നത്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് അപ്പൻ്റെ ജീവന് വേണ്ടിയിട്ടാണ്. മരിക്കില്ലേ മനുഷ്യൻ ഭൂമുഖത്ത്? മരിക്കണം, പക്ഷെ അദ്ദേഹം നേരെ ചൊവ്വേ ജീവിച്ചിട്ടില്ല. ഈ ജീവിച്ച ഞാൻ കണ്ട എനിക്കൊരു പ്രായം വരെയുള്ള വരെയും വീട്ടിലെ പ്രശ്നം തീർക്കാനും ഇതിനും ദൈവങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു. മരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ മനസ്സിലാക്കി, നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരാളെ പോലും ഇതിന് രക്ഷിക്കാനോ. അച്ഛൻ വിശ്വാസിയായിരുന്നു. അച്ഛൻ വിശ്വാസിയായിരുന്നു. പക്ഷെ അവിടെയാണോ ശരണ്യ ഞാൻ അതിനെ എതിർക്കുന്ന ആളാണ്. അച്ഛൻ വിശ്വാസിയല്ല. അവിടെ അച്ഛൻ മാത്രമല്ല, അങ്ങയുടെ അച്ഛനെ മാത്രമല്ല, ഈ വിശ്വാസികളൊക്കെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും. നിങ്ങൾ അതാ പറയുന്നത്, അതെന്തിനായി ചെയ്യണേ ഈ തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കണം? അല്ല, അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ മുതലാണ് ഞാൻ എതിർത്ത് തുടങ്ങിയത്. അവിടെയാണ് ഹരണ്യ അനുഭവത്തിൽ നിന്നാണ്. പക്ഷെ മറിച്ച് ഞാൻ ഇപ്പോഴും കാണും. അല്ല, അതുകൊണ്ട് എനിക്ക് മനസ്സിലായത്. അതിന്റെ വിഷയം എന്താ വെച്ചാൽ, ശരണയുടെ അച്ഛൻ മരിച്ചാൽ അച്ഛൻ മരിക്കും, എനിക്ക് ബോധ്യമായി. തന്നെയാണ് അവിടെ എന്താ വെച്ചാല്, അച്ഛൻ വിശ്വാസി മാത്രമാണ്. അച്ഛൻ ക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷേത്രം എന്താണെന്ന് അറിഞ്ഞില്ല. ക്ഷേത്രമാണ് എന്താ? ക്ഷേത്രം ഒരു ശരീരമാണ്. ഇതം ശരീരമാണ്. അപ്പം എന്താണ്? ദേഹമാണ്. ഇതെന്താണ്? ഇവിടെ ഒരു ചെങ്ങായി എന്തൊക്കെയാ പണിയെടുത്താൽ നിർത്തുന്നുണ്ട്, അവിടെ പൂജിക്കുന്നുണ്ട്. ആ ദേവന് പോലും പൂജ ചെയ്യാൻ ഒരാളുണ്ട്, അത് കടത്തി പോകും. അങ്ങനെയാകുമ്പോൾ ഞാൻ എൻ്റെ കർത്തവ്യങ്ങൾ, ഞാൻ നേരത്തെ കർമ്മമാണ് സാധന, ഇതെനിക്ക് ഇവിടുന്ന് ഈ സമ്പ്രദായത്തിന് കിട്ടിയ. പക്ഷെ അച്ഛൻ അങ്ങോട്ട് പോയില്ല. അപ്പം അത് ഇതിൻ്റെ കുറ്റമല്ല, അച്ഛന് എന്താ വെച്ചാൽ അതിന്റെ ഗുണങ്ങളൊന്നും കിട്ടി. എന്റെ അച്ഛനെ പോലെ ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. ഞാൻ ചോദിച്ചു വന്നതാണ്, ഒരു സാധാരണക്കാരൻ വന്നിട്ട് ഇതേ രീതിയിൽ എൻ്റെ അച്ഛനെ പോലെ എൻ്റെ അമ്മയെ പോലെ സാധാരണക്കാർ വന്നിട്ട് ഇന്ന പ്രശ്നവാ, എന്ത് ചെയ്യണം എന്നേ ചോദിക്കത്തുള്ളൂ. ഒരിക്കലും ഇന്ന ഗ്രഹത്തിന് ചെയ്യാൻ പറഞ്ഞ് വരത്തില്ല, അല്ല ഇന്ന ദേവന് ചെയ്യാൻ അറിയില്ല എന്ന്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ നോക്കുകയാണോ? എന്താണ് രാശി നോക്കുകയാണോ? എന്താണ് ചെയ്യുന്നത്? ഓക്കെ, ഞാൻ എന്താ വെച്ചാൽ എൻ്റെ പാരണന്മാരായിട്ട് കൊണ്ടുവരുന്ന ഒരു നെല്ലും മുറവും വെച്ചിട്ട് ഇതിനെ പറഞ്ഞ രീതിയുണ്ട്. ഒരാളുടെ ദോഷത്തിന് കാരണം ആദ്യം ഞാൻ ആര് വന്നാലും ഞാൻ വെച്ചാൽ കുറേ നേരം സംസാരിക്കും.
എന്തൊക്കെ ഏതൊക്കെ എങ്ങനെയൊക്കെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെയൊക്കെ ചോദിക്കും, സാമ്പത്തിക സ്ഥിതിയൊക്കെ ചോദിക്കും, ബുദ്ധിമുട്ടുണ്ടോ. കാരണം വെച്ചാൽ 100 ഉറുപ്പിക എടുക്കാനില്ലാത്തതോടെ ഞാൻ ആദ്യമേ പറയും, നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ ചുറ്റി തിരിഞ്ഞ് നടക്കരുത്. കാരണം ഇതൊന്നും കാര്യമില്ല, ഞാൻ വേണ്ടത് ഞാൻ ചെയ്തു തരാം, പക്ഷേ ചുറ്റി തിരിഞ്ഞ് നടക്കരുത്. കാരണം പൈസ ഒരുപാട് ചിലവാകും. വെറുതെ പറയുന്നതല്ല, ഞാൻ എല്ലാ ചാനലിലും വേണ്ട ആളെ കിട്ടോളും, ആർക്കും വെള്ളം വിടാം. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ പറയും. അതിന് ശേഷം അവർ പറയാം, എനിക്കൊന്ന് അറിയണം. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും അതൊരു വിശ്വാസപരമായിട്ടുള്ള ചോദ്യമാണല്ലോ. വിശ്വാസപരമായിട്ട് പനിയുണ്ട് എനിക്ക് കാരണമല്ല ചോദിക്കണത്, എനിക്ക് എന്തൊക്കെയോ സംഭവം. അപ്പോൾ ഞാൻ കാര്യമായിട്ട് ചോദിക്കും, വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടാ, ഭാര്യയും ഭർത്താവും വല്ല പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ. അതായത് നമ്മൾ ഈ ഭൗതികമായ വിഷയം ഞാൻ ഉണ്ടോ എന്ന് ആദ്യം ഉറപ്പ് വരുത്തും. ഇല്ല, വേറെ ഇവർക്ക് അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്നാൽ ശരി, നമുക്ക് വിശ്വാസമായിട്ട് എന്താ നോക്കാമെന്ന് എഴുതിയിട്ട് മുറെടുത്ത് വെക്കും. മുറത്തിൽ ഞാൻ എൻ്റെ ഇപ്പോൾ അന്ന് അതിലൊക്കെ പ്രാർത്ഥനയൊക്കെ ചൊല്ലുണ്ടല്ലോ, അവളുടെ ആദ്യമൊത്തം ചാത്തപ്പോൾ രണ്ടാമത്തെ മുത്തന്മാർ മുത്തപ്പെന്ന് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഈ നെല്ലെടുത്ത് വെക്കും. നെല്ലെടുത്ത് വെക്കുമ്പോൾ കാരണവർ പറഞ്ഞു വെച്ചിരിക്കുന്ന ചില ദോഷങ്ങളുണ്ട്. അത് ഇന്നത്തെ പോലെ ഗ്രഹങ്ങൾ ജ്യോതിഷമല്ല, സത്യത്തിൽ നമ്മളെ പൂർവ്വികർക്കുള്ള രാശി ജ്യോതിഷമാണ്. അപ്പോൾ ഇന്ന കാരണം കൊണ്ട് ഒരു കുറേ കാരണം ഉണ്ടാവും, ഇന്ന കാരണം കൊണ്ട് ഇന്നത് വരുന്നു എന്നാണ് ഈ പറയുന്ന മുറത്തിലെ കാരണവന്മാർ പറയുന്നത്, ഞാനല്ല പറയുന്നത്. അതിന് ഇന്നതാണെന്നാണ് ആ രീതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കർമ്മങ്ങൾ നടത്താം, അത് പോകാം. ഏറ്റവും കൂടുതൽ വെച്ചാൽ നിങ്ങളുടെ പൂർവികരായി വിളിച്ചാരായിച്ചു വരുന്ന ദൈവങ്ങളുണ്ട്. അതിനെ നിങ്ങൾ കേവലം ഒരു വിളക്ക് വെച്ചിട്ട് ഒരു ഇലയിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം വെച്ച് ഒരു തിരിയും വെച്ച് നിങ്ങളെ കാരണവന്മാരെ ഇതിലൊന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടാകും. പിന്നെ കൂടാതെ ഞാനൊരു പ്രമാണം പറയും, ഔഷധയോർ മണയശ്ച സുമന്ത്രഹ, അസുഖം വന്നാൽ ഡോക്ടറെ കാണണം. അല്ലാണ്ട് കൂടോത്രവും മന്ത്രോത്രവും പൂജയും ചെയ്തിട്ട് കാര്യമില്ല, സുവിശേഷം ചൊല്ലിയിട്ട് കാര്യമില്ല, പേപ്പർ അരച്ച് കഴിച്ചിട്ട് കാര്യമില്ല, തുപ്പിയ വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങൾ ചെയ്യണം. അതല്ലേ ഇത് ചെയ്താലേ ബോധ്യമാവുച്ചാൽ നിങ്ങൾക്കിത് മാറും. നിങ്ങൾക്ക് എൻ്റെ അച്ഛൻ പറയാൻ കാരണം, എൻ്റെ അച്ഛൻ പണ്ട് പോയിട്ട് ഡോക്ടറെ കണ്ടു പറഞ്ഞു, പനിക്ക് പോയി കണ്ടു പറഞ്ഞു, ആ ഡോക്ടർ ശരിയല്ല. അപ്പോൾ എന്താ വെച്ചാൽ അയാളുടെ ഇഞ്ചക്ഷൻ ഒന്നും വെച്ചില്ല, അതുകൊണ്ട് പനി മാറില്ല. ഇതുപോലെയാണ് എങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ പൂജ ചെയ്യണമെങ്കിൽ പൂജ ചെയ്തോളൂ. കാരണം അത് പോയാലേ നാരായണത്തുറാന്തം പറഞ്ഞ പോലെ 10,000 പോയാലേ നിങ്ങൾക്ക് രോഗം മാറുള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണം. ഇതല്ലെങ്കിലോ നിങ്ങളൊരു കാര്യം ചെയ്യൂ, പൂജ ചെയ്യാൻ നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ ഇതൊരു മന്ത്രം എഴുതി വെച്ചിട്ടുണ്ട്, അത് ജപിച്ചോളൂ. ഇതാവണ്ടോ അല്ലാണ്ട് ഈ ശരണോട് പറയാം, ഇതല്ലാണ്ട് ഇതിനെ ഞാൻ പറഞ്ഞത് ഇതിനൊരു മാനസിക ചികിത്സ എന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ ചെയ്താൽ എന്തോ അന്ധവിശ്വാസം, സൈക്കോളജി ചെയ്താൽ മോശമാവും. ഒറ്റ മിനിറ്റ്. ആധുനിക മെഡിസിനാണ് തെളിയിച്ചതും നിരന്തരം ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം പോലും ഇപ്പൊ ലാബിൽ ഒരു ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ ആധുനിക മെഡിസിൻ ഉള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഈ പറയുന്ന മുറത്തിൽ നെല്ല് വെച്ച് കാരണന്മാരെ വിളിച്ചു വരുത്തി എന്നുള്ളതൊരു പ്രൂഫ് ഇല്ലല്ലോ. പ്രൂഫില്ല. ഇതിൻ്റെ പ്രൂഫ് എന്ന് ഉദ്ദേശിക്കുന്നത് റിസൾട്ട് അല്ലേ? എനിക്ക് റിസൾട്ടാണ് വേണ്ടത്. നിങ്ങൾ എന്ത് പ്രൂഫ്? എനിക്ക് റിസൾട്ടേ വേണ്ടുള്ളൂ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ മുകളിൽ അതിനെയാണ് നമ്മൾ അന്ധവിശ്വാസം. അല്ലാതെ നിങ്ങൾ ഈ മെഡിസിൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് മരുസുഖം മാറില്ലേ വേണ്ടത്? അല്ലേ? നിങ്ങൾക്ക് മെഡിസിൻ കഴിക്കണം. മെഡിസിൻ അല്ല. പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ എനിക്ക് ഈ പറഞ്ഞത് എനിക്ക് പാനിക്കാവുന്ന ഇതുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഈ പറഞ്ഞ സൈക്കാട്രിക്കിന്റെ ഭാഗമായിട്ട് എനിക്ക് ഈ പറഞ്ഞ ഉറങ്ങാൻ വേണ്ടി ഒരാഴ്ച മരുന്ന് തന്നപ്പോൾ എനിക്കുണ്ടായ വിഷമം എനിക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ മെഡിസിൻ, ഏത് മെഡിസിൻ ആയാലും ശരി, ഇപ്പോൾ ഈ പറഞ്ഞ പലതിനും മെഡിസിൻ കഴിക്കുമ്പോൾ നിങ്ങളുടെ മെഡിസിൻ കമ്പനികളൊക്കെ പല മെഡിസിനും ഇറക്കുന്നത് അവരുടെ കച്ചവട താല്പര്യത്തിനും കൂടിയാണ്. പണ്ട് അങ്ങനെയല്ല. പണ്ടൊരു മരുന്ന് കണ്ടുപിടിച്ചാൽ മരുന്ന് നന്നായില്ലെങ്കിൽ വൈദ്യരെ കൊന്നുകളയുന്ന രീതി ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് റിസൾട്ടാണ് വേണ്ടത്. ഒരു അസുഖം, ഇപ്പോൾ ക്യാൻസർ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അവർക്ക് ഈ മരുന്ന് ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അവരെ ക്യാൻസർ മാറണം. മരുന്ന് കൊടുക്കുമല്ലോ, അത് തെളിയിച്ച്, അത് ഇത്ര ആളുകളിൽ തെളിയിക്കൽ. ഞാൻ പറഞ്ഞത് അസുഖം മാറ്റുന്നല്ല പറഞ്ഞത്. അസുഖത്തിന് ഞാൻ ആദ്യം ശരണ്യ കേൾക്കുന്നിടത്ത് പിഴക്കരുത്. ഔഷധയോർ മണേച്ച സുമന്ത്രം, ഔഷധം കഴിക്കണം. അസുഖത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. അല്ല, അതന്നെ. പിന്നെ അടുത്തതാണ് നിങ്ങളുടെ മാനസിക ചിന്ത. അല്ല, എന്റെ വിഷയമാണത്. നിങ്ങൾ മെഡിസിൻ കഴിക്കുന്ന കാര്യം പറഞ്ഞത്. ഞാൻ പറയണത് അല്ല, ഞാൻ പറയണത് ഒരു കാര്യമുണ്ട്, അത് തെളിയിച്ചതാണ്, ഇത് പ്രൂവ്ഡ് ആണ്. നിങ്ങൾ ഈ പറയുന്ന എവിടെയാണ് പ്രൂവ്ഡ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഒരു ആർട്ടിക്കിൾ വരികയോ അല്ലെങ്കിൽ ഇത്ര ഇതിൽ നമ്മൾ വേണമെങ്കിൽ ഓരോന്നും മരുന്നുകൾ പരിശോധിക്കുന്നത് മനുഷ്യന്മാരിലോ എലികളിലോ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ. മനസ്സിലായല്ലോ. അപ്പൊ ഇത് നിങ്ങൾ അദ്ദേഹത്തെ ആദരിച്ച് ബഹുമാനിക്കുന്ന ആളെ രവിചന്ദ്രൻ എന്ന് പറഞ്ഞ ആളെ ഞാൻ ആദരിച്ച് ബഹുമാനിക്കുന്ന ഒരാളാണ്. ഞാൻ നമ്മുടെ എല്ലാ ദർശനങ്ങളും അല്ലെങ്കിൽ എല്ലാ വീക്ഷണങ്ങളും ഞാൻ എനിക്ക് റെസ്പെക്റ്റ് ആണ്. ഈവൻ മൈത്രേനെ പോലും ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടം അല്ലെ അത് നിങ്ങൾ കണ്ടൊക്കെയല്ല, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ മൈത്രേയൻ. അപ്പോൾ എന്താ വെച്ചാൽ ആ മൈത്രേനെ ഞാൻ ഇഷ്ടപ്പെടുന്നതിന് എൻ്റെ വീക്ഷണം എന്താ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കേൾക്കൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ എന്താ പറയുക അസുഖങ്ങൾക്ക് മരുന്ന് കണ്ടു, പിന്നെ അതിന് ശേഷം വീണ്ടും ഇത് മെഡിസിൻ കണ്ടെത്തുന്നത് എന്നെ സംബന്ധിച്ച് ടെസ്റ്റിൽ എന്താ പറയുക ഈ അതിൻ്റെ ഹാളിൽ തെളിയിച്ചോളല്ല, എനിക്ക് വേണ്ട റിസൾട്ടാണ്. ആ റിസൾട്ടിൽ എന്താ വെച്ചാൽ ഞാൻ അസുഖം വന്നു ഞാൻ എന്തായാലും ഡോക്ടറെ പോകാൻ പറഞ്ഞു. ഞാൻ അതിനൊരു പരിപാടിക്ക് നിൽക്കില്ല. ഇത് കേൾക്കട്ടെ. അല്ല,
ഇപ്പോഴും പറഞ്ഞു അതായിക്കോട്ടെ, അത് നിങ്ങളുടെ താല്പര്യം. ഈ ലോകത്തിന്റെ ബോധ്യം, തെളിയിച്ചതാണോ എന്ന് മാത്രമേ ഞാൻ ലോകത്തിന്റെ ബോധ്യം, ലോകത്തിന്റെ ബോധ്യം. ഞാൻ ചോദിച്ചത് ഈ പറയുന്ന മുറത്തിൽ നെല്ലെടുത്ത് നിങ്ങൾ പ്രശ്നം പറയുന്ന ഇത് തെളിയിക്കപ്പെട്ടതാണോ, അത് എന്തിന് എവിടെയെങ്കിലും ആർട്ടിക്കിൾ വന്നിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അവിടെയാണ് ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോവാണ്. അവർ നമ്മോട് കുറെ സംസാരിക്കും. സംസാരിച്ചിട്ട് തന്നെ കുറെ കാര്യങ്ങൾ അവർ പരിഹരിക്കാറുണ്ട്. ഓക്കെ, ആ സംസാരിച്ച് പരിഹരിക്കുക എന്നുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ്. ഞാനും തന്നെ സൈക്കോളജി പറഞ്ഞു സംസാരിച്ച് ഒരു സർട്ടിഫിക്കറ്റ്, ഇംഗ്ലീഷുകാരന്റെ പേരിലുള്ള സർട്ടിഫിക്കറ്റ് ഇട്ടതിനപ്പുറം ഞാനും ചെയ്യുന്നത് പോലെ തന്നെ. അപ്പൊ അവർക്ക് എന്താണ്, അവർക്ക് അവരുടെ ജഗതിയുടെ സിനിമ കേൾക്കൂ. ഞാൻ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞാൽ, ഉള്ളടക്കം സിനിമയിൽ ജഗതി വരുന്നുണ്ട് കുതിര കഴിച്ചു കണ്ടിട്ട്. ലാസ്റ്റ് കുതിര എടുത്ത് കാണിക്കുമ്പോൾ ഇതല്ല എൻ്റെ കുതിര എന്ന് പറയും. ഒരാളുടെ വിശ്വാസവും ഒരു ചിന്തയുമാണ് എനിക്കിതുണ്ട്. അതുണ്ടോ ചോദിച്ചാൽ അതിന് അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെ രീതിയിലാണ് അതിന് പറയുക എന്നുള്ള മറ്റുള്ളവർ പറയുമ്പോൾ അത് പറഞ്ഞ് അത് പോയി എന്ന് തോന്നിയാലേ ആൾക്കത് ബോധ്യമുള്ളൂ. ഇത് തോന്നലാണ്. ആ തോന്നൽ മാറ്റാൻ എന്നെ സംബന്ധിച്ച് മെഡിസിൻ അല്ല, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാര്യം ചെയ്ത് അദ്ദേഹത്തിന് അത് വിട്ടുപോയി, അതിൻ്റെ റിസൾട്ട് കിട്ടി. അതിന് ഞാൻ കോടികൾ വാങ്ങുന്നുണ്ടോ എന്നുള്ളതാണ് ഈ പറഞ്ഞ മേഖലയ്ക്ക്. അല്ല അത് പറയട്ടെ ശരണ്യ പറഞ്ഞാലും ഈ പറഞ്ഞൊരു കാര്യത്തിനെ, അതായത് ഇത് ചെയ്യാനല്ലേ മാജിക്കുകാരൻ കാണിക്കുന്നേ. മാജിക്കുകാരൻ ഗിമ്മിക്ക്. മാജിക് വേറെ. മാജിക് ഞാൻ നിലമ്പൂർ പ്രദീപ് കുമാറിന്റെ മാജിക് ഇത് ഒരു ഗിമ്മിക്ക് അല്ലേ? ഞാൻ പറഞ്ഞ അയാൾക്ക് അത് മേഡം മനസ്സിലാക്കാത്തോണ്ടാണ്. രണ്ടാ. മാജിക് എന്ന് പറഞ്ഞ അല്ല, അയാൾക്ക് വേണ്ടത് കൃത്യമായി പറഞ്ഞിട്ടാണ്. അത് പറഞ്ഞു നിങ്ങൾ ടെസ്റ്റ് ചെയ്യും ആളെടുത്ത്, കൃത്യമായി കാര്യം ഇത് പറയും. നിങ്ങൾക്ക് ഇതാണ് വിശ്വാസം, അതുകൊണ്ട് ഇത് ഇങ്ങനെയാണെന്ന് പറയുന്നത് വെച്ചാൽ അത് അങ്ങേക്ക് എന്നെ അറിയില്ല. നിങ്ങൾ സാധാരണ കണ്ട ഒരാളെയല്ല ഞാൻ അത്യാവശ്യം മൂണുള്ള ഒരാളാണ്. ഞാൻ ഈ പറയുന്ന സിദ്ധാന്തം എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ആളുടെ തലമനുസരിച്ച് ഞാൻ കാര്യം ചെയ്യാം. അങ്ങയുടെ ലെവലിൽ വരികയാണെങ്കിൽ ഞാൻ എന്താ പറയുക, എൻ്റെ ശരണ്യ വല്ല കാര്യം ഒരു ഡോക്ടറിൽ പോയി കണ്ടേ, ഇതാ ഞാൻ പറയാന്ന്. പണ്ട് എൻ്റെ അമ്മ പറയായിരുന്നു, ഉണ്ണി എനിക്കൊരു സെറ്റ് ഞാൻ പറയാം അമ്മയൊന്നും ഉണ്ടായിരുന്നത്. അപ്പം മറ്റുള്ളവർ പറയുമ്പോഴോ അവർക്ക് അതാണ് വിശ്വാസം. മെഡിസിൻ കഴിക്കുമ്പോൾ തന്നെ അവർക്ക് ഇതും കൂടി ഒരു ഞാനൊരു അനുഭവം പറയാം. ഇപ്പം അടുത്തുള്ള അനുഭവം, ഒരു ക്യാൻസർ രോഗി അവർക്ക് ഭക്ഷണം കഴിക്കാനും വയ്യ, അവർക്ക് മലവും പോകുന്നില്ല, പൈസ ആയിട്ടുണ്ട്. അപ്പം അവർ ഡോക്ടറെ കാണിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഡോക്ടറെ കാണാൻ പോകുമ്പോഴും ഇവർക്ക് ആകെ ആകുലതയാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവരോട് കുറച്ചൊരു സംസാരിച്ചു. അവരുടെ വിശ്വാസപ്രകാരം ചില കാര്യങ്ങൾ ഇത് ദൈവത്തിനെ ഉറപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. ചില കാര്യങ്ങൾ ഞാൻ അവരുടെ ബോധ്യത്തിന് വേണ്ടി ചെയ്തു. ആ സ്ത്രീ നേരെ പോവുകയാണ്, കുറച്ച് കഞ്ഞിയും കുടിച്ചു. ഇതുപോലെ വെച്ചാൽ അവരുടെ ബ്രെയിനും കൂടിയും ശരി, അത് അവർക്ക് വന്ന് മാറ്റാൻ ഇതിൻ്റെ കഴിവല്ല, അവരുടെ ഒരു ചിന്തയാണ്. പിറ്റേ ദിവസം ഡോക്ടറെ അടുത്തേക്ക് പോയി പെർഫെക്റ്റ് ആയിട്ട് തിരിച്ചു വന്നു. അത് എൻ്റെ കഴിവല്ലാതെ ഡോക്ടറുടെ മെഡിസിൻ്റെ കഴിവ് തന്നെയാണ്. പിന്നെ ഇവരുടെ ബ്രെയിനും കാരണം ഇതോടുകൂടി വെച്ചാൽ തീർന്നു. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് എത് ഭാവയതി തത് ഭവതി എന്നാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ, അപ്പം ഞാൻ പ്രശ്നം ചിന്തിച്ചാൽ എനിക്ക് പ്രശ്നമേ വരുള്ളൂ. ഞാൻ പ്രശ്നമല്ല, ഇതൊരു പ്രശ്നമാണ്. ഓക്കെ, നെക്സ്റ്റ് ഞാനിത് കടക്കും. കാരണം ഇത് ഞാൻ ഓവർകം ചെയ്യും. ഞാൻ ചിന്തിച്ചാൽ എനിക്ക് ഇത് പറയുന്ന ഒരാളുടെ ആവശ്യമില്ല. ഓരോരുത്തരും എത്തണ്ടേ. അതുകൊണ്ട് ഞാൻ പറയാം ഉത്തമ സഹജാവസ്ഥ, അല്ലാണ്ട് പൂജയല്ല. ഹോമ പൂജ അധമ അതമ ഉത്തമ സഹജാവസ്ഥ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബുദ്ധൻ പോലും പറഞ്ഞ ധ്യാനമല്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ ഉത്തമ സഹജ മധ്യമ ധ്യാനധാരണ. ബുദ്ധൻ പറഞ്ഞ ധ്യാനവും താണ് മധ്യമാവസ്ഥ. സഹജാവസ്ഥ എന്താ അറിയോ, നിങ്ങൾ ഈ പറഞ്ഞതാ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുക. ഞാൻ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന ഒരാൾ, അതുകൊണ്ടാണ് ഞാൻ അതാണ് ഉത്തമമായ മാർഗം എന്ന് പറഞ്ഞാൽ. അതന്നെ ഞാൻ പഠിപ്പിക്കുന്നു ആത്യന്തികമായിട്ട്. ആ കാരണോട് ചോദിച്ചാൽ ആത്യന്തികമായിട്ട് പറയും അതാ പറയുക. പക്ഷെ എന്താണ്, നമ്മളൊരു മെഡിറ്റേഷനാണ് ഞാൻ, അല്ലെങ്കിൽ ധ്യാനം. അതാണ് ബുദ്ധനെ പോലും ഇങ്ങനെ ഇരുത്തുന്ന പല ആളുടെ ഒന്നുമില്ല. അല്ലെങ്കിൽ ധ്യാനം, ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ കുത്തിയിരുന്നാൽ കിട്ടില്ല. അവിടെ ആ ധ്യാനം കണ്ണടച്ചിരിക്കുന്നതുമല്ല. ധ്യാനം എന്ന് പറഞ്ഞാൽ 10,000 കട ഉണ്ടെങ്കിലുണ്ടല്ലോ, എനിക്ക് കട ഉണ്ടത് വീട്ടെങ്കിൽ പണിക്ക് പോകണം എന്നുള്ള തീരുമാനം എടുക്കലാണ്. ഏത് പണി നല്ല ഇഷ്ടം, ആ തീരുമാനമെടുത്തകൾ അതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് വിദ്യാഭ്യാസം വേണം, പഠിക്കണം, കുത്തിയിരുന്ന് പഠിക്കണം, ഈ അതാണ് സഹജാവസ്ഥ. മക്കളുടെ പേരും ഇതായിട്ട് കണക്റ്റഡ് ആണല്ലേ. ചെറിയ മോളുടെ പേര് വസന്ത കൗളിനി. മൂത്ത മോളുടെ പേര് ദേവി തന്ത്രാത്മിക. മോൻ്റെ പേര് മഹാരുദ്ര. ഈ കൗളിനി എന്നുള്ളത് അല്ലെങ്കിൽ അതെന്താണ് ആ പൂജ? കൗളിനി എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് പൂജേൻ്റെ അപ്പുറം കൗളം എന്ന് പറഞ്ഞ വാക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. കുലാകുല സംയുക്തം കൗളമിതി ഉച്ചതി എന്നാണ്. കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി, അകുലം എന്ന് പറഞ്ഞാൽ പുരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെന്താ പറയുക, പ്രപഞ്ചം, എനർജി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സമയത്ത് ശൂന്യമായൊരവസ്ഥയും ദൃശ്യമായൊരവസ്ഥ അതാണ്. അപ്പോൾ അതിൻ്റെ മേളനം, അത് മേളിക്കപ്പെട്ടവൾ, പ്രകൃതിയും പുരുഷനും സ്ത്രീയും മേളിക്കപ്പെട്ട് ഉണ്ടായവൾ എന്ന അർത്ഥത്തിൽ വേണം കൗളിനി എടുക്കാം. വസന്ത എന്നുള്ളത് വസന്തം, അതിൻ്റെ വസന്തം അല്ല, അതെൻ്റെ അമ്മയുടെ രീതിയാണ്. ഓക്കെ. അല്ല, ഈ യോനി പൂജ എന്ന് പറയുന്നത് അത് കൗള പൂജയാണ്, അതെന്താണ്? അത് കൗളത്തിൻ്റെ ഒരു ഭാഗമാണ് യോനി. യോനി എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം വെച്ചാൽ ഉത്ഭവിച്ച എന്നാണ്.
ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. പ്രപഞ്ചമൊക്കെ നിലനിൽക്കുന്നൊരു വ്യവസ്ഥയുണ്ടല്ലോ, ആ വ്യവസ്ഥയുടെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യം അവസാനം എന്താ വെച്ചാൽ ആ ഒരു സിസ്റ്റത്തിൽ വരുന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. പിന്നെ ഇപ്പോൾ അർത്ഥം യോനി എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ജെൻഡറാണ്, സ്ത്രീകളുടെ ജെൻഡറിന് യോനി എന്ന് പറയും. പുരുഷൻ്റെ ജെൻഡർ യോനിയാണ്, പക്ഷേ അങ്ങനെ നമ്മൾ ലിംഗ യോനി എന്ന് പറയുകൊണ്ട് യോനി അതാണ്, സ്ത്രീയുടെ ജെൻഡറാണ്. അത് ശരിക്കും യോനി തന്നെ. ട്രയാങ്കിൾ ത്രിത്വം എന്ന് പറഞ്ഞാൽ ലോകമതങ്ങളൊക്കെ ഉണ്ട്. സൃഷ്ടി സംഹാരം, സൃഷ്ടിക്കപ്പെട്ടു, സ്ഥിതി ചെയ്യുന്നു, നശിക്കല്ല. പിന്നെ ഇതൊരു സൈക്കിളാണ്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അതിനെ കാണിക്കുന്ന ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ ജീവസുറ്റ ഇതിലുള്ളത്, ജീവൻ ചലിക്കുന്ന ഇതിലുള്ളത്, അത് സ്ത്രീയുടെ ജനനേന്ദ്രിയ ഏകദേശം അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അങ്ങനെ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയത് എന്താ വെച്ചാൽ ഈ പ്രസവമൊക്കെ പണ്ട് കാലത്ത് ചിലപ്പോൾ അതിൽ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇതിപ്പോൾ വേറൊന്നും അറിയില്ലല്ലോ, എല്ലാ കാര്യങ്ങളും അത്ഭുതമായിട്ട്. അപ്പോൾ അവൻ്റെ ഗോത്ര സംസ്കൃതി വളരാൻ വേണ്ടിയിട്ട് കാരണമാകുന്നത് ഇതാണ്. എന്തുകൊണ്ടാണെന്നൊക്കെ പിന്നീടാണ് ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ സ്വതവേ അല്ലെങ്കിൽ സെക്ഷൽ റിലേഷനൊക്കെ എന്താ വെച്ചാൽ പിന്നീട് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോൾ എന്താണ്, എനിക്ക് എൻ്റെ ഗോത്രത്തിലേക്ക് എനിക്ക് ആളെ കൂട്ടിത്തരുന്ന എന്തോ, അപ്പോൾ അതിന് അവനൊരു ദിവ്യത തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ ആരാധിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പറയുന്ന നമുക്ക് വേണ്ട ശക്തിയുമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടായി വന്നതാണ്. പക്ഷേ പൂജാപതി യോനി എന്ന് പറഞ്ഞു, യോനി പൂജ എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ പറഞ്ഞു ക്ഷേത്രത്തിൽ നടക്കുന്ന പോലത്തെ പൂജകളാണ് യോനി പൂജ. ത്രികോണം വരച്ചുള്ള പൂജ, ബ്രഹ്മം ശിവം എന്നൊക്കെ പറഞ്ഞ സംഘടന പൂജ. മറ്റത് സ്ത്രീയുടെ ജെൻഡർ, തുണി ഊരിയിട്ടുള്ള പൂജ എന്നും കരുതണ്ട കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ആവാം, അങ്ങനെ വേണമെങ്കിൽ വേണ്ട, അതൊക്കെ അവരിഷ്ടങ്ങൾ അതൊക്കെ. പക്ഷേ മറ്റൊരാൾ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ അതൊന്നുമല്ല. അതൊരു സിദ്ധി കിട്ടാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ചിട്ടാണ്. ഇത് ഞാൻ ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ ഭാഗത്ത് ഒരു മന്ത്രവാദത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടീനെ ഭർത്താവിൻ്റെ വീട്ടുകാരും ഒക്കെ കൂടി കുറേ ടോർച്ചർ ചെയ്യുകയും ഭയങ്കരമായിട്ടും നാരീപൂജ സംതിങ് എന്തോ, നാരീപൂജ എന്നല്ല കേട്ടോ, ക്ഷമിക്കണം, എനിക്ക് വേർഡ് അറിയില്ല, ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം മന്ത്രവാദമാണ്, മന്ത്രവാദത്തിൻ്റെ പേരിൽ നിന്നാണ്. അതായത് മുടിയ ചെയ്തു, പിന്നെ എന്താണ് ഈ പറയുന്നത് പോലെ ഡ്രസ്സ്, നഗ്നത, ഇതൊക്കെ ചെയ്തു. ഇതൊക്കെ ഈ മന്ത്രവാദത്തിൻ്റെ പേരിലാണ് പറയപ്പെടുന്നത്. ഇപ്പം താങ്കളെപ്പോലെ ഒരാൾ പറയുമ്പോൾ ഞാൻ അതല്ല ചെയ്യുന്നതെന്ന് പറയുകയും അതിൽ സ്പിരിച്വൽ അല്ലെങ്കിൽ എനിക്ക് ബോധ്യമായ കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ ഒരു സാധാരണക്കാരന് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇവിടെയും മന്ത്രവാദം എന്നുള്ളതിനെ തന്നെ ഊട്ടിയുറപ്പിക്കുന്ന ഈ പ്രയോഗങ്ങളിൽ എന്താ പ്രശ്നം, ചില സാധനങ്ങൾ അവർ തെറ്റായി ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ശരണ്യക്ക് അറിയില്ല. മന്ത്രവാദി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രൈബ് ആദിവാസികളുടെ പുരോഹിതനെ വിളിച്ചിരുന്ന മന്ത്രവാദി എന്നാണ്. അത് ഇവർ കരുതുന്ന സാധനമല്ല. ഇവരെന്താ തന്ത്രം കൊണ്ട്, തന്ത്രിയെ കൊണ്ട് ചെയ്തു, അല്ലെങ്കിൽ എന്താ വൈദികനെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറയാത്ത, വൈദികം ചെയ്തു എന്ന് പറയാത്ത, ഇതിലൊരു വാക്കിൻ്റെ പ്രശ്നത്തിനുണ്ട്. ശരണ്യ ചെയ്തു എന്നല്ല ടൈറ്റിൽ. അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ജനതയുടെ എല്ലാത്തിനെയും ഒരു മോശവൽക്കരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നൊരു സാധനത്തിൽ നിൽക്കുന്നുണ്ട്. ആ വാക്ക് പ്രയോഗിക്കുമ്പോൾ പോലും വൈദിക കർമ്മങ്ങൾ കൊണ്ട് എന്ന് പറഞ്ഞൂടെ, വേടാ ഞാൻ പറയുന്നത്. അതല്ല മന്ത്രവാദം. എന്താണ് അങ്ങനെ എന്താ ഈ മണി സാറിന്റെ ഒക്കെ പുസ്തകം വായിച്ചെന്ന് അറിയില്ല. അദ്ദേഹം പുലയരുടെ അതൊക്കെ എഴുതുന്ന സമയത്ത് എന്നോട് വലിയ രോഗിയാണ്, അങ്ങനെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ എഴുതുമ്പോൾ അതിന്റെ ഫസ്റ്റ് പ്രിന്റ് കോപ്പി എനിക്ക് പ്രിന്റ് അടിക്കുന്നുണ്ട്. എന്റെ ഫോട്ടോസെറ്റ് കോപ്പി അദ്ദേഹം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ആ കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ട് ആസിഡ് പൊള്ളിയ എന്നെ കുറിച്ചുള്ള പരാമർശം ആ പുസ്തകത്തിൽ പോകുന്നുണ്ട്. എൻ്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന്റെ പറയുന്നത് ഞങ്ങളുടെ ആളുകൾ പുരോഹിതന്മാർ വരുമ്പോൾ അതിനെ പേര് മന്ത്രവാദി എന്നാ പറയാണ്. അപ്പം ഇപ്പം ഈ മന്ത്രവാദി എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെ ഒരു സാധനമുണ്ട്. സത്യത്തിൽ ഞാൻ എതിർക്കുന്നത് അവിടെയാണ്. അല്ലാണ്ട് ഈ ചെയ്യുന്ന തൊട്ടിത്തരങ്ങൾ, ഞാൻ വാക്ക് ഉപയോഗിക്കേണ്ട വേറെ പകരം വാക്കില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഈ തൊട്ടിത്തരങ്ങളൊന്നും ഇതിൻ്റെ ഭാഗമല്ല. ഇതൊക്കെ പണിഷ്മെൻറ്റ്. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയെ പൂജിക്കുകയും തൊട്ട് പിടിക്കുകയും ചെയ്യുന്നത് അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്, അവിടെ സിദ്ധിയൊന്നുമല്ല. എനിക്ക് അവളെ ഉമ്മ വെക്കണമെങ്കിലോ കെട്ടിപ്പിടി വാരിപ്പോണമെങ്കിലോ അല്ലെങ്കിൽ അതിലിപ്പോൾ ഈ പറയാം എന്ത് ചെയ്യണമെങ്കിലും അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ, അല്ലാണ്ട് അവരെൻ്റെ ഭാര്യ ചെയ്യാനൊന്നും പറ്റില്ല. അതൊക്കെ ഇഷ്ടം പേഴ്സണൽ ലൈഫിൻ്റെ ഭാഗമാണ്. ഏതെങ്കിലും സിദ്ധി കിട്ടുന്നതായിട്ട് ഒരു സ്ത്രീനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവളുടെ സമ്മതമില്ലാണ്ട്, ഭാര്യ അവളൊന്നും കൂടി ഇല്ല, അവളുടെ സമ്മതം ഇല്ലാണ്ട് ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതിനൊന്നും എനിക്ക് മറുപടി പറയാനില്ല. അതിലേക്ക് വരുവാണെങ്കിൽ അങ്ങനെ ഒരു സിനിമ തന്നെയുണ്ട്, മമ്മൂട്ടി, അഥർവം. അതായത് പണ്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ജാതി വ്യവസ്ഥയിൽ തന്നെ ഈ സംസ്കൃതം, അതായത് ഈ സംസ്കൃതത്തിൽ പണ്ട് വേദങ്ങളൊന്നും ഉരുവിട്ട് അവർ പഠിച്ചത്, ഒരിക്കലും അവർ എഴുതി വെച്ചിട്ടില്ല. അത് ഒരുത്തിൻ്റെ കാതിൽ നിന്ന് ഒരുത്തിനിലേക്കാണ് പകർന്നത്, പിന്നീടാണ് അത് എഴുതപ്പെടുന്നത്. നമ്മളുടെയൊക്കെ ആചാരങ്ങളും അങ്ങനെ തന്നെ ഇന്നും നിലനിൽക്കുന്ന വാമൊഴിയായിട്ട് പ്രചരിപ്പിക്കുന്ന നമ്മളുടെ ആചാരം മാത്രമേ ഉള്ളൂ. അപ്പം ചെവിയിൽ ഈയ മുറുക്കി ഒഴിക്കണം. അപ്പം നമ്മൾ പറയും, അല്ലെങ്കിൽ ക്ഷമിക്കണം, അതുപോലെ എനിക്ക് പറയാൻ പറ്റത്തില്ല, ഉള്ളിൽ വരും. ഓക്കെ, ഈ പറയുന്ന അടിസ്ഥാന വർഗത്തിലുള്ള ജനങ്ങൾ അവരൊക്കെ ഈ പറഞ്ഞ പോലെ ദൈവങ്ങളെ തൊടാനോ എടുക്കാനോ പറ്റാത്തതുകൊണ്ട് അവർ
അവർക്ക് അന്ന് ഉണ്ടായിരുന്ന മറ്റുള്ളവരുടെ ദൈവത്തെ നാടൻ ശീലുകൾ, നാടൻ ശീലം, അത് ശരിക്കും നാടൻ പാട്ടൊക്കെ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കേൾക്കുന്ന അടിപൊളി നാടൻ പാട്ടല്ല, പണ്ടത്തെ വായ്ത്താരികൾ ഉണ്ടാവുന്നത് തന്നെ പണിയുടെ വേലയുടെ അത് കൂടുമ്പോൾ ഒരു വായ്ത്താളത്തിൽ. ഞങ്ങളുടെ എൻ്റെ നാട് കോട്ടയമാണ്. അപ്പോൾ അവിടെ ഈ ലോഡിങ് പണിക്കാർ തന്നെയും ലോഡ് കയറ്റുമ്പോൾ അത് അറിയാതിരിക്കാൻ ഇപ്പോഴും പാടുന്നുണ്ട് അവർ. വെക്കാറുണ്ട് അവര്, അത് വെക്കാറുണ്ട്. അതായത് ആ ഒരു വേദന അറിയാതിരിക്കാൻ. അവിടെയാണ് അവർ പ്രകൃതി, അതായത് അവർക്കറിയാം കൃഷി എന്നിടണം, സൂര്യനെ നോക്കി അറിയാം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം, എല്ലാം അറിയാം. അങ്ങനെയാണ് ഇവരിതിൽ നിന്നാണ്, ഈ പ്രകൃതിയിൽ നിന്നാണ് മൊത്തം പഠിച്ചു വെച്ചത്. ഇങ്ങനെയുള്ള ഒരു ഇതിൽ നിന്ന് അന്ന് ഈ പറയുന്ന പോലെ വേദം പഠിക്കാൻ പറ്റാത്ത ഒരു വിഭാഗത്തിന് അഥർവവേദം എന്നാണ്. ഞാൻ തിരുത്താണ്. വേദം പഠിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊരാളുടെ ടെക്സ്റ്റ് പഠിക്കുന്ന കാര്യമാണ് പറയണത്. ഖുറാൻ പഠിക്കാൻ പറ്റാത്ത ഹിന്ദുവിന്റെ, ബൈബിൾ പഠിക്കാത്ത മുഹമ്മദിന്റെ കാര്യം പറയാ. അങ്ങനെയൊന്നുമല്ല. അവർ പഠിക്കാൻ പറ്റാത്തോണ്ടൊന്നുമല്ല, അവരുടേതായ രീതിക്കാണ് പറഞ്ഞു പോയതാ. പഠിക്കാൻ പറ്റാണ്ടൊന്നുമല്ല. ഇവരുടെ സാധനം നോക്കിയിട്ടൊന്നുമല്ല അവരത് ചെയ്തത്. അവർക്ക് ശരി എന്നിട്ട് അവർ ചെയ്തതാണ്. ഇവരുടെ സാധനത്തിനോട് കമ്പയർ ചെയ്യണ്ട. അതൊക്കെ പിന്നീട് പറഞ്ഞുണ്ടാക്കിയതാ. വഴി നടക്കാൻ തുടങ്ങിയ സമരം അമ്പലം കയറാൻ പറഞ്ഞുണ്ടാക്കിയ ആൾക്കാരാ അല്ലേ? അമ്പലം കയറാനാണ് അവിടെ സമരം നടന്ന നമ്മുടെ ആൾക്കാരുടെ. മഹാത്മാ അയ്യങ്കാളി യജമാനും ഇതാക്കിയത് റോട്ടിൽ കൂടെ കളവണ്ടി പിടിച്ച് അമ്പലം കയറാനല്ല, വഴി നടക്കാനാ. ഇത് പറഞ്ഞ പോലെ ഇവരുടെ പ്രാർത്ഥനകളും ആചാരങ്ങളും അങ്ങ് പറഞ്ഞ ഈ കൊയ്ത്തുപാട്ടൊക്കെ അതൊന്നും ഇത് കേട്ടാത്തോണ്ടൊന്നുമല്ല. അതന്നെ ഞാൻ സമൂഹത്തിൽ എല്ലാവരും പറഞ്ഞത്, ഇപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണ് മന്ത്രവാദം എന്നുള്ള ഗണത്തിൽപ്പെടുന്നത്. ഗണത്തിൽപ്പെടുത്തുന്നത് ഇപ്പൊ ഓക്കെയാണോ? പെടുന്നതല്ല, പെടുത്തുന്നത്. അല്ല 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 അല്ല, പെടുത്തുന്നത് അവരുടേതല്ലാത്തത് കൊണ്ടാണ് അവരത് പെടുത്തുന്നത്. അവരുടേതല്ലാത്തതുകൊണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ പറയുന്ന അടിസ്ഥാന വർഗ്ഗക്കാർ ചെയ്യുന്നതൊക്കെ മന്ത്രവാദവും ഇവർ ചെയ്യുമ്പോൾ അത് തന്ത്രവുമാണ്. അന്ന് മുതൽക്കേ അതൊരു തന്ത്രം എന്നല്ല, അവര് വൈദികം എന്ന് പറയുന്നത്. വൈദികം ആ ഒരു രീതിയിലേക്കാണ് വരുന്നത്. അങ്ങനെ ഈ പറഞ്ഞ ഞാൻ ചോദിച്ച കവള പൂജ. അപ്പം നിങ്ങൾ താന്ത്രിക പഠനത്തില് ഇതൊന്നും അല്ലാത്ത, അതായത് വൈദികപരമായിട്ടല്ലാത്ത ഒരു പൂജാവിധികളാണ്. എന്തൊക്കെയാണ് ആ പൂജാവിധികൾ? ആ പൂജാവിധി വേറെ ഒന്നുമില്ല. മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം എന്ന് പറഞ്ഞ 5 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. ഉപയോഗിക്കാൻ കാരണമുണ്ട്. മനുഷ്യൻ ജനിച്ചത് മൃഗതുല്യനായിട്ട് തന്നെയാണ്. അപ്പം ആ തലത്തിൽ നിന്ന് നമ്മൾ വെച്ചാൽ മൃഗീയതയിൽ നിന്ന് മാറുക എന്നുണ്ട്. മൃഗീയതയിൽ നിന്ന് മാറുന്ന ഭക്ഷണം കഴിക്കേണ്ടതെന്നല്ല കേട്ടോ. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ അഡിക്ഷൻ ഉണ്ടാക്കുന്ന ചില സാധനങ്ങളുണ്ട്. മത്സ്യം, മദ്യം, ഇതൊക്കെ നമ്മൾ എല്ലാ സാധനങ്ങളും അഡിക്ഷനാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇപ്പം നമ്മൾ എന്താ പറയുക, മയക്കുമരുന്ന്, മദ്യമൊക്കെ വിഷയം തന്നെയല്ലേ. അപ്പോൾ അതിനെ നമ്മൾ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാന്ന് പറയും. അതിനെ ഫേസ് ചെയ്തുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ട്. അപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ട് എന്ന് വെച്ചാൽ മദ്യം വെച്ചിട്ട് പൂജിക്കുമ്പോൾ ഇപ്പോൾ കഴിക്കുന്ന ഒരാളെ, എന്നെ സംബന്ധിച്ച് കഴിക്കുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളിത് കഴിക്കേണ്ട കാരണം അപ്പോൾ തുടങ്ങുവന് സർക്കാർ പറഞ്ഞ പോലെ അവൻ അതോടുകൂടി ഭ്രാന്താവും. അപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ വെക്കണമെങ്കിൽ ഒരു മാർഗ്ഗം വേണം. അങ്ങനെ ഒരു ചിന്താ പദ്ധതിയിൽ ഈ സാധനമൊക്കെ ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പഞ്ചഭൂതം കൊണ്ടാണ് ശരി. ഞാൻ പറഞ്ഞത് ഈ ഒരു ആത്മീയ മേഖലയിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം മറ്റൊരു തലത്തിലല്ല പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ പഞ്ചഭൂതങ്ങളുടെ ഈ പ്രപഞ്ചത്തിൻ്റെ ഇതിൽ നിന്നാണ് നമ്മൾ വേറൊരു സാധനമൊന്നുമല്ല, ഈ പ്രകൃതിയിലെ ഒരു ഭാഗമാണ്. അങ്ങനെ വരുമ്പോൾ ആ പ്രകൃതിയുടെ ഭാഗമായിരിക്കുന്ന നമ്മൾ, ആ പ്രകൃതിയുടെ ഭാഗമായിരിക്കുന്ന ആ വസ്തുക്കളെ കൊണ്ട് മറ്റെന്താ പറയുക, അതിനാധാരമായിട്ട് മീൻസ് എന്തോ അതിൽ സമർപ്പിക്കുമ്പോൾ ഇതിൽ നിന്ന് വേറെയല്ല എന്ന് തോന്നും. ഞാൻ അത് തന്നെയാണ്. അതായത് നമുക്ക് ഇപ്പം മരണം, അപകടം, പക്ഷെ നിർഭയത സർവത്ര എന്താ പറയുക, ഒന്നിനും ഭയമില്ലാത്ത അവസ്ഥ, അതിലേക്ക് ഇവൻ എത്തിക്കുക. ഇവന് കൃത്യമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ബോധ്യം തന്നെയാണ്, എല്ലാത്തിലുള്ള ദൈവം തന്നെയാണ്. അല്ലാണ്ട് ഇവിടെ ആദ്യം പറഞ്ഞില്ല ഗതം ശൂദ്രസ്യ ശൂദ്രത്വം വിപ്ര. അപ്പം അങ്ങ് എപ്പോഴും ചാതുർവർണ്ണത്തെ കുറിച്ചുള്ള പ്രമാണങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഗതം ശൂദ്രസ്യ ശൂദ്രത്വം വിപ്രസ്യാപീച്ച വിപ്രത ദീക്ഷാ സംസ്കാര സമ്പന്ന ജാതി എന്ന് വെച്ചാൽ നീ ശൂദ്രനാണെങ്കിൽ നിന്റെ ശൂദ്രത്വം പോവും, ബ്രാഹ്മണനാണെങ്കിൽ നിന്റെ ബ്രാഹ്മണ്യം പോവും, നീ പച്ച മനുഷ്യനാവും എന്ന് പറയുന്ന സിദ്ധാന്തമാണ്. അപ്പം ആ പച്ച മനുഷ്യലേക്ക് നയിക്കുന്ന ഒരു പൂജാ പദ്ധതി അത് മാത്രമല്ല. അതിൽ എന്താ വെച്ചാൽ എന്ത് പൂജ വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, പ്രകൃതിനെ അല്ലെങ്കിൽ അമ്മേനെ ഒക്കെ അത് തന്നെ അമ്മയെ ദൈവമായി കാണുക, പെങ്ങളെ ദൈവമായി കാണുക, മകളെ ദൈവമായി കാണുക. ദൈവമായി കാണുക അത് വേറെ അർത്ഥത്തിൽ എടുക്കരുത്. എനിക്ക് ആ വാക്കല്ലാണ്ട് പറഞ്ഞുതരാൻ കഴിയുന്നില്ല.